Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Welcome to my Islamic YouTube channel. ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തുടങ്ങിപ്പഠിക്കുന്ന ബിഗിനേഴ്സിന് എൻ്റെ 5ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മൾ പറഞ്ഞു ഇന്ന് കുറച്ച് സംഭാഷണ രൂപത്തിൽ ഞാൻ സംസാരിക്കാമെന്ന്. അപ്പൊ ഇന്നലെ ഞാൻ ചിന്തിച്ച ആ വിഷയം ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല. പിന്നൊരു രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും നല്ല പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യങ്ങളും കൂടി ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ ശ്രദ്ധിക്കണമെന്നും വളരെ കൂടുതൽ മനസ്സിലാക്കണമെന്നും ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം നിങ്ങൾ കൂടുതൽ ആവർത്തിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ, മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾക്ക് അതിൽ വളരെ ഉപകാരമുണ്ടാകുമെന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം 3 സംഭാഷണ വാക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് പ്രത്യേകം പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിൽ കുറച്ച് സമയം കൂടിയാലും നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം ചോദിക്കുക എന്താണ്, പേരെന്താ എന്നാണ് ആദ്യം ചോദിക്കാറുള്ളത്. സാധാരണ നമ്മൾ സലാം പറയലുണ്ട്, അത് പിന്നൊരു വശം അവിടെ ഇരിക്കട്ടെ. അപ്പൊ ആദ്യം കാണുമ്പോഴേക്ക് അസ്സലാമു അലൈക്കും എന്ന് കഴിഞ്ഞ്, അല്ലെങ്കിൽ അതില്ലാതെ സാധാരണ ഇപ്പോ അന്യമതസ്ഥരാണെങ്കിൽ പുതുതായി കാണുന്നവരാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 വാക്ക് എഴുതി വെക്കണം. വാട്ട്, എന്ത്. വാട്ട്, എന്ത്. അതുപോലെ തന്നെ വേർ, എവിടെ. വേർ, എവിടെ. ഇത് 2 കൊണ്ട് ഞാൻ ഒരു 3 സംഭാഷണ ലൈന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് കൃത്യമായി പഠിക്കണം. അത് എവിടെ പോയാലും അതേ രൂപത്തിലാണ് പറയാറുള്ളത്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കണം, എഴുതി വെക്കണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് പഠിക്കുന്നതിന്റെ ഒരു ശൈലി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വാട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാം. വാട്ട് ഈസ് യുവർ നെയിം. എന്താണ് നിങ്ങളുടെ പേര്. ഇതിങ്ങനെ പഠിച്ചു വെക്കണം. വാട്ട് ഈസ് യുവർ നെയിം. ചുരുക്കത്തിൽ വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് നെയിം ഒന്നും ചോദിക്കുക, പ്ലീസ് യുവർ നെയിം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ വാട്ട് ഈസ് യുവർ നെയിം, ഇതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം, പ്ലീസ് ടെൽ മീ വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, ഈ രൂപത്തിൽ പഠിച്ചു വെക്കുക. അപ്പൊ കേൾക്കുന്ന ആള് ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിൽ എന്ത് പറയും. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു ശൈലിയുണ്ട്. നമ്മളൊക്കെ പേര് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്റെ പേര് മുഹമ്മദ് എന്ന് പറയുന്നവരുണ്ടാവും, മുഹമ്മദ് എന്ന് മാത്രം പറയുന്നവരുണ്ടാവും. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു ശൈലിയാണ് മൈ നെയിം ഈസ്, എന്റെ പേര്. ഓ, എന്നെ പൊക്കിയിട്ടാ പറയുന്നത്. എന്റെ പേര് എന്താ കേൾക്കണം നിങ്ങളത്. എന്റെ പേരല്ല, നിങ്ങളെ പേരൊക്കെ നിങ്ങൾ പറഞ്ഞു പിടിക്കണം. മൈ നെയിം ഈസ് നസീർ, മൈ നെയിം ഈസ് സവാദ്, മൈ നെയിം ഈസ് നസീർ, മൈ നെയിം ഈസ് റഫീഖ്, മൈ നെയിം ഈസ് ജലീൽ. ഈ രൂപത്തിൽ മൈ നെയിം ഈസ്, എന്റെ പേര് ഇന്നതാണ് എന്ന് നമ്മളെ ചോദിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടുത്തുകയാണ്. മൈ നെയിം ഈസ് ഖാദർ, മൈ നെയിം ഈസ് ജബ്ബാർ, മൈ നെയിം ഈസ് റഷീദ്. ഈ രൂപത്തിൽ നമ്മൾ എന്താക്കണം, പേര് പറഞ്ഞു പഠിക്കണം. 2ാമത്തെ ചോദ്യം എന്താണ്, വേർ ആർ യു ഗോയിങ്. വേർ, എവിടെ എന്ന് നമ്മൾ പഠിപ്പിച്ചു. വേർ, എവിടെ. അപ്പോ വേർ ആർ യു ഗോയിങ്, ഇതൊക്കെ ടെൻസിലുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ടെൻസ് തുടങ്ങിയിട്ടില്ല, ഇപ്പോഴേ ടെൻഷൻ ആക്കരുതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ടെൻസ് തുടങ്ങാതിരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വാക്യം നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കണം. വേർ ആർ യു ഗോയിങ്, ഇതാണ് ചോദ്യം. വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, നിങ്ങൾ എവിടെയാ പോകുന്നത്, നിങ്ങൾ എവിടെയാ പോകുന്നത്. വേർ ആർ യു ഗോയിങ് നമ്മൾ എപ്പം ചോദിച്ചുകൊണ്ടിരിക്കണം. ആരെ കാണുമ്പോൾ വേർ ആർ യു ഗോയിങ്, എവിടെ പോകുന്നു, എവിടെ പോകുന്നു, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് കേൾക്കുന്ന വ്യക്തികൾ പറയും ഐ ആം, ഞാൻ. അപ്പൊ അതിന്റെ ഉത്തരമായി വരുന്ന സമയത്ത് ഐ, ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഐന്റെ കൂടെ പ്രത്യേകം വരുന്നതാണ് എ എം, ആം. അത് നിങ്ങൾക്ക് എഴുതി കാണിക്കും, മനസ്സിലാക്കണം. അപ്പൊ ഐ ആം ഗോയിങ്, ഇതൊക്കെ ടെൻസാണ്. ഞാൻ നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ടെൻസിലേക്ക് ആദ്യം കടക്കാതിരുന്നത്. അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് നിങ്ങൾ 2-3 സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ ഐ ആം ഗോയിങ്
ടു എവിടത്തേക്ക് നമ്മൾ ടു പഠിച്ചു. ടു കാസർഗോഡ്, ടു മാംഗ്ലൂർ, ടു ബാംഗ്ലൂർ, ടു മുംബൈ. അപ്പൊ മുംബൈയിലേക്ക്, അമേരിക്കയിലേക്ക്, ടു കാസർഗോഡിലേക്ക്, ടു ചിക്കമംഗ്ലൂരിലേക്ക്. അപ്പൊ ഐ ആം ഗോയിങ് ടു കർണാടക, ഞാൻ കർണാടകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അപ്പൊ വേർ ആർ യു ഗോയിങ്, ഒരാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഹലോ വേർ ആർ യു ഗോയിങ്, എവിടെയാ പോകുന്നത്? നമ്മൾ മലയാളത്തിൽ എടാ പോന്നേ ചോദിക്കണത്. പക്ഷെ അതിന്റെ ചോദ്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എവിടെയാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യത്തിന് അർത്ഥം. വേർ ആർ യു ഗോയിങ്, എവിടെ പോന്നേന്നൊക്കെ മലയാളത്തിൽ ചോദിക്കൂലേ? അപ്പൊ ആ ഒരു രൂപത്തിലുള്ള ചോദ്യമാണ് വേർ ആർ യു ഗോയിങ്, എവിടെയാ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെ പോന്നേന്നർത്ഥം. മനസ്സിലായ? അങ്ങനെ ശുദ്ധമായ ഭാഷയിൽ എവിടെയാ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെ പോന്നേ ചോദിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു വാക്കാണ് വേർ ആർ യു ഗോയിങ്, എവിടെയാ പോകുന്നത്. അതിനുത്തരം ഐ ആം ഗോയിങ് ടു കർണാടക, ഐ ആം ഗോയിങ് ടു മുംബൈ, ഐ ആം ഗോയിങ് ടു മസ്ജിദ്, ഐ ആം ഗോയിങ് ടു ഷോപ്പ്, ഐ ആം ഗോയിങ് ടു ഡൽഹി, ഐ ആം ഗോയിങ് ടു ഇറ്റലി, ഐ ആം ഗോയിങ് ടു അമേരിക്ക. തൗഫീഖ് നൽകട്ടെ അവിടെ എല്ലാം പോവാൻ. അപ്പൊ ഏതായാലും ഈ രൂപത്തില് ഗോയിങ് എന്ന് പറഞ്ഞുകൊണ്ട്, ടു പറഞ്ഞുകൊണ്ട് പോകുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ ഞാൻ അവിടത്തേക്കാ പോകുന്നത്, ഞാൻ ഇന്നടത്തേക്കാ പോകുന്നത് എന്നർത്ഥം കിട്ടി. ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത്, എവിടെ നിന്നാ നിങ്ങൾ വരുന്നത്, എവിടെ നിന്നാ നിങ്ങൾ വരുന്നത് ചോദിക്കാറില്ലേ? എവിടെന്നാ വരുന്നത്, എവിടുന്നാ ഈ വരുന്നതെന്ന് ചോദിക്കാറില്ല. അപ്പൊ എവിടെന്നാ വരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇൻഷാ അല്ലാഹ്, ഈ ചോദ്യവും ഈ ഉത്തരവും ഈ മൂന്ന് വാക്ക് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം. വാട്ട് ഈസ് യുവർ നെയിം, വെർ ആർ യു ഫ്രം, പിന്നെ വെർ ആർ യു ഗോയിങ്. ഈ മൂന്ന് ചോദ്യവും അതിന് ഉത്തരവും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ശീലിച്ച് പ്രാക്ടീസ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോ വെർ ആർ യു ഫ്രം, വേർ നമ്മൾ പഠിച്ചു എവിടെ. അപ്പൊ വേർ ആർ യു, നീ എവിടെ നിന്നാണ്. ഫ്രം, എവിടെ നിന്നാണ്. ഫ്രം എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ആ സ്ഥലം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. വേർ ആർ യു ഫ്രം, നീ കാസർഗോഡ് നിന്ന് വരുന്ന ആളാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് അറിയൂല, അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടുന്നാ വരുന്നത്. അപ്പൊ അതിന് ഉത്തരമായിട്ട് ഐ ആം, നേരത്തെ പറഞ്ഞ പോലെ ഐ ആം, ഞാൻ വരുന്നത് ഇറ്റലിയിൽ നിന്നാ. ഐ ആം കമ്മിങ് ഫ്രം ഇറ്റലി, ഐ ആം കമ്മിങ് ഫ്രം ഇറ്റലി. അപ്പൊ ഇറ്റലിയിൽ നിന്നാ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം ഞാൻ ഇറ്റലിയിൽ നിന്നാ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറ്റലിയിൽ നിന്നാ വരുന്നതിന് അർത്ഥം നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും പോലെ ഞാൻ കാസർഗോഡ് നിന്നാ വരുന്നത്, ഞാൻ കേരളത്തിൽ നിന്നാ വരുന്നത്, ഞാൻ അമേരിക്കയിൽ നിന്നാ വരുന്നത്, ഞാൻ ഇറ്റലിയിൽ നിന്നാ വരുന്നത്. അപ്പൊ ഐ ആം കമ്മിങ് ഫ്രം കർണാടക, ഐ ആം കമ്മിങ് ഫ്രം ബാംഗ്ലൂർ, ഐ ആം കമ്മിങ് ഫ്രം മുംബൈ, ഐ ആം കമ്മിങ് ഫ്രം ജാർഖണ്ഡ്. ഇതേപോലെ ഞാൻ അവിടുന്നാ വരുന്നത്, ഇവിടുന്നാ വരുന്നത്, ഈ രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പഠിക്കേണ്ട, എല്ലാം പ്രധാനപ്പെട്ട തന്നെ ഞാൻ ഈ പഠിപ്പിക്കുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ് ഇതെന്ന് ഞാൻ ആദ്യം തന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ശൈലിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ചില പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുണ്ട്. ഇപ്പോ മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരും അതുപോലെ ഖതീബുമാരൊക്കെ കേൾക്കുന്നുണ്ടാവും. നമുക്കറിയാം കലബ് മുഹമ്മദിന്റെ പെന്ന്. ഇളാഫത്തിന്റെ സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് യെസ്. സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നു മുഹമ്മദിന്റെ പെന്ന്, ജാഫറിന്റെ ബസ്, ജാഫറിന്റെ ബാഗ്, ജാഫറിന്റെ ബെഡ്, ഖലീലിന്റെ തൊപ്പി എന്നിങ്ങനെ പറയണമെങ്കിൽ ആ ചേർത്തി പറയുക. തൊപ്പിയെ ഖലീലിലേക്ക്, ഖലീലിനെ തൊപ്പിയിലേക്ക്, ഈ രൂപത്തിൽ ചേർക്കുന്ന വിഷയമുണ്ടല്ലോ, സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇംഗ്ലീഷിൽ പറയാൻ ഉപയോഗിക്കുന്ന സഹായക്രിയയാണ് യെസ്, സാധാരണ കാണുന്ന യെസ്. അപ്പോ ഒരു പെന്നും ഇവിടെയുണ്ട്, മുഹമ്മദും ഇവിടെയുണ്ട്. മുഹമ്മദാണ് പെന്നിന്റെ ഉടമ. അപ്പൊ മുഹമ്മദിന്റെ പെണ്ണെന്ന് പറയാൻ നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്, ചിന്തിച്ച് തലകുണ്ണാക്കണ്ട, യെസ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. മുഹമ്മദിന്റെ കൂടെ ലാസ്റ്റ് ഒരു യെസ്. മുഹമ്മദ്, ജലീൽസ്, ഖലീൽസ്, അതുപോലെ തന്നെ ജബ്ബാർസ്. അപ്പൊ മുഹമ്മദ് പെൻ, മുഹമ്മദിന്റെ പെന്ന്. ഉസ്താദിന്റെ പെന്ന്, ഉസ്താദ്സ് പെൻ. പിന്നെ ഖലീലിന്റെ പെന്ന്, ഖലീലിന്റെ ബാഗ്, ഖലീൽസ് ബാഗ്. അപ്പൊ എസ് ചേർത്ത് കൊടുത്താൽ എന്തായി? ആ പറയാൻ പോകുന്ന ഏത് വ്യക്തിയുടെ പേരാണോ പറഞ്ഞത് ആ വ്യക്തിന്റെ സാധനമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഉസ്താദിന്റെ റൂം, ഉസ്താദ്സ് റൂം. അപ്പൊ എസ് ആണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ആരെ പേര് പറഞ്ഞാലും നമ്മൾ എസ് ചേർത്ത് കൊടുത്താൽ അവന്റെ ബുക്ക്. മുഹമ്മദ്സ് ബസ്, ജുറൈസ് മസ്ജിദ്, എന്റെ പള്ളി.
ജുറൈദിന്റെ പള്ളി, എന്റെ പള്ളിയല്ല കേട്ടോ, അള്ളാഹുവിന്റെ പള്ളിയാണ്. അപ്പോ ജുറൈദിന്റെ പള്ളി എന്ന് പറയണമെങ്കിൽ ജുറൈസ് മോസ്ക്, ജുറൈസ് മോസ്ക്, ജുറൈസ് ബുക്ക്, ജുറൈസ് പെൻ എന്നീ രൂപത്തിൽ പേരിന്റെ കൂടെ എസ് ചേർത്ത് കൊടുത്താൽ ന്റെ എന്നൊരർത്ഥം കിട്ടും. അത് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം പിന്നൊരു കാര്യം മനസ്സിലാക്കണം, സ്ഥാനപ്പേര്. നമുക്കിപ്പോ ഒരു സഹോദരിയുണ്ട്, ആ സഹോദരിക്ക് ഒരു പേരുണ്ട്. എന്താണ് പേര്? ഖദീജ. അതുപോലെ തന്നെ ജമീല, അതായിരിക്കും പേര്. ആ പേരിനൊരു സ്ഥാനം ഉണ്ടല്ലോ, എന്താണ്? സഹോദരി. ആ സ്ഥാനത്താണ് എന്റെ ഖദീജ എന്ന പെങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ മാതാവ്, ഉമ്മ, ഉമ്മക്ക് ഒരു പേരുണ്ട്, ബി ഫാത്തിമ. ആ ബി ഫാത്തിമ ഏത് സ്ഥാനത്താണ് ഉള്ളത്? മദർ, ഉമ്മാന്റെ സ്ഥാനത്താണ്. അപ്പൊ ഇംഗ്ലീഷിൽ മദർ എന്ന് പറയും. ഉപ്പാക്ക് എന്ത് പറയും? ഫാദർ എന്ന് പറയും. സഹോദരൻ എന്ത് പറയും? ബ്രദർ എന്ന് പറയും. സഹോദരിക്ക് പിന്നെ സിസ്റ്റർ എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ സ്ഥാനപ്പേരിന്റെ കൂടെ എസ് ചേർത്ത് കൊടുത്താൽ സാധാരണ ഇപ്പൊ ഒരു സ്ത്രീ, ഒരു സഹോദരി, എന്താ? സിസ്റ്റർ, ബ്രദർ, മദർ, ഫാദർ, ഉപ്പ, ഉമ്മ, സഹോദരി, സഹോദരൻ എന്നർത്ഥം. അതിന്റെ കൂടെ എസ് ചേർത്ത് കൊടുത്താൽ എന്തായി? ഫാദേഴ്സ്, ഉപ്പമാർ. എന്തായി? ഉപ്പമാർ. മദേഴ്സ്, ഉമ്മമാർ. അല്ലാണ്ട് ഉമ്മാന്റെ ഉപ്പാന്റെ എന്ന് കിട്ടൂല. അതിന് വേറൊരു ശൈലിയിൽ ഉപയോഗിക്കണം. അതുപോലെ സിസ്റ്റേഴ്സ്, സഹോദരിമാർ, ബ്രദേഴ്സ്, സഹോദരന്മാർ. അപ്പൊ അവിടെ എസ് കൊടുത്തതും ഇവിടെ എസ് കൊടുത്തതും രണ്ടും രണ്ടർത്ഥമാണ്. അവിടെ പേരിന്റെ കൂടെ, അപ്പൊ ആ പേരുള്ള വ്യക്തിക്ക് ഒരു സ്ഥാനം ഉണ്ടല്ലോ, സഹോദരി എന്ന സ്ഥാനം, സഹോദരൻ എന്ന സ്ഥാനം, ഉപ്പ എന്ന സ്ഥാനം, ഉമ്മ എന്ന സ്ഥാനം. ആ സ്ഥാനത്ത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ എസ് കൊടുത്താൽ എന്താവും? അത് ജമ്മാവും, അഥവാ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉപ്പമാര്, ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാർ എന്നർത്ഥം കിട്ടും. അപ്പൊ ഉപ്പാന്റെ എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? ഉപ്പാന്റെ ഫാദർ, റാ ആണ് അവസാനം ഉള്ളത്. അപ്പൊ അവസാന റാഇന് ശേഷം കൃത്യമായി എസ് ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെ? ഫാദർസ്, മദർസ്, സിസ്റ്റേഴ്സ്, അതുപോലെ ബ്രദേഴ്സ്. അപ്പൊ സഹോദരന്റെ, സഹോദരിയുടെ, പിന്നെ മാതാവിന്റെ, പിതാവിന്റെ. ഈ റൂം എന്റെ പിതാവിന്റെയാ. എങ്ങനെയാ പറയാ? റൂം പിതാവിന്റെ റൂമാണ്. എങ്ങനെയാ പറയാ? ഫാദർസ് റൂം, ഉപ്പാന്റെ റൂം. ഉമ്മാന്റെ റൂം എങ്ങനെ പറയാ? മദർസ് റൂം. അല്ല, മദേഴ്സ് നാക്കുമ്പോ ഉമ്മമാർ, ഫാദേഴ്സ് നാക്കുമ്പോ ഉപ്പമാരാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതെന്റെ സിസ്റ്ററുടെ റൂമാണ്. ദിസ് ഇസ് റൂം. എന്താ? ഇത് റൂമാണ്. ഇത് സിസ്റ്ററുടെ റൂമാണ്. എങ്ങനെ പറയാ? സിസ്റ്റേഴ്സ് റൂം, മദർസ് റൂം, ബ്രദേഴ്സ് റൂം, പിന്നെ ഫാദർസ് റൂം. ആ ഒരു രൂപത്തിൽ പഠിക്കണം. അപ്പൊ രണ്ട് എസിന്റെ ഒരു വ്യത്യാസം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി എന്റെ റൂം എങ്ങനെ പറയാ? എന്റെ പെന്ന്, എന്റെ റൂം, എന്റെ ബസ്, എന്റെ കാറ്, എന്റെ ജീപ്പ്, എന്റെ ലൈറ്റ്, എന്റെ ഡ്രസ്സ്, എന്റെ കോട്ട്, എന്റെ തലക്കെട്ട് എന്ന് പറയണമെങ്കിൽ മൈ. അപ്പൊ പ്രധാനമായിട്ട് എഴുതി വെക്കേണ്ട 4-5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. മൈ എന്ന് പറഞ്ഞാൽ എന്റെ, മൈ എന്ന് പറഞ്ഞാൽ എന്റെ, പ്രത്യേകം എഴുതി വെക്കണം. മൈ എന്ന് പറഞ്ഞാൽ എന്റെ. അപ്പോ ഞങ്ങളുടെ എന്ന് എങ്ങനെ പറയാ? ഞങ്ങളുടെ. മൈ ബസ്, മൈ കാർ, മൈ പെൻ, മൈ ക്യാബ്, മൈ ബുക്ക്, മൈ ലൈറ്റ്, മൈ ബോട്ടിൽ, മൈ ബെഡ്, മൈ മൈക്ക്, മൈ ഡ്രസ്, മൈ എക്സെട്ര. ഇതുപോലെ. അപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ മൈ എന്ന് പറയണം. ഇനി അവർ, 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 അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. അവർ ബസ്, ഞങ്ങളുടെ ബസ്. അവർ ബസ്, ഞങ്ങളുടെ ബസ്. അപ്പൊ അവർ, ഞങ്ങൾ. അവിടെ ഞങ്ങൾ എന്ന് തന്നെ എന്താ? ഞങ്ങളുടെ എന്നർത്ഥം കിട്ടി. പിന്നെ യുവർ, നിങ്ങളുടെ എങ്ങനെ പറയണം? യുവർ, യുവർ. അപ്പോ യുവർ, നിങ്ങളുടെ. ഓക്കെ. ഇനി അവന്റെ എങ്ങനെ പറയാ? ഹിസ്. അത് പ്രത്യേകം എഴുതി വെച്ചിട്ട് പിന്നെ പഠിക്കണോ? അവരുടെ, ഞങ്ങളുടെ, അവന്റെ, അവളുടെ എങ്ങനെയാ പറയാ എന്ന് എഴുതി വെച്ചിട്ട് പഠിക്കണം. അപ്പൊ അവന്റെ, ഹിസ്. അപ്പൊ അവന്റെ ബസ്, ഹിസ് ബസ്, his pen, his book, his light, his coat, his watch, his book, his pencil. അവന്റെ is എന്ന് എഴുതണം. ഇനി അവളുടെ എങ്ങനെ പറയാ? അവളുടെ എങ്ങനെ പറയാ? ശരിക്കും പറയണം ഹെയർ, അവളുടെ. ഹെയർ ബുക്സ്, അവളുടെ ബുക്കുകൾ. ഹെയർ പെൻ, അവളുടെ പെൻ. ഹെയർ പെൻസ്. ഞാൻ പറഞ്ഞു ഒരു സാധനത്തിനെ ജമ്മാക്കണമെങ്കിൽ കുറെ ആക്കിയിട്ട് പറയണമെങ്കിൽ എസ് ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ബുക്ക്, ബുക്സ്, പെന്ന്, പെൻസ്, പെൻസ്. അപ്പോ ബുക്ക്, അവന്റെ ബുക്ക്, ഹിസ് ബുക്ക്, അവന്റെ ബുക്കുകൾ, ഹിസ് ബുക്സ്. ആ ഒരു രൂപത്തില്. അപ്പൊ അവളുടെ ഹെയർ. ഓക്കെ. ഇനി ഞങ്ങളുടെ, ഞങ്ങളുടെ പറഞ്ഞല്ലോ അവർ. ഇനി അവരുടെ എങ്ങനെ പറയാ? അവരുടെ, their, 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 അവരുടെ. അപ്പൊ their rooms,
അവരുടെ റൂമുകൾ, റൂം, അവരുടെ റൂം. ഈ ഒരു രൂപത്തിൽ നമ്മൾ എന്റേന്ന് കിട്ടി, പിന്നെ ഞങ്ങളുടേന്ന് കിട്ടി അവർ, നിങ്ങളുടേന്ന് കിട്ടി യുവർ, പിന്നെ അവരുടേന്ന് കിട്ടി ദേർ, അവന്റേന്ന് കിട്ടി ഹിസ്, അവളുടേന്ന് കിട്ടി പിന്നെ ഹെയർ. ഈ 6 കാര്യം ശരിക്കും പഠിച്ചു വെക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്ത പഠിക്കാൻ പോകുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ പദങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇൻ ഫ്രണ്ട്, നമ്മൾ ഉസ്താദിന്റെ മുമ്പിൽ, പിന്നെ ഉമ്മാന്റെ മുമ്പിൽ, പിതാവിന്റെ മുമ്പിൽ, പള്ളിയുടെ മുമ്പിൽ, പോസ്റ്റിന്റെ മുമ്പിൽ, അതുപോലെ ബസ്സിന്റെ മുമ്പിൽ എന്നൊക്കെ ഈ മുമ്പിൽ പറയണമെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇൻ ഫ്രണ്ട് ഓഫ്. ഓഫ് കഴിഞ്ഞിട്ട് എന്താണോ, എവിടെയാണോ, ആരെ മുമ്പിലാണ് ഉള്ളത് അവരെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് ഉസ്താദ്, ഉസ്താദിന്റെ മുമ്പിൽ. ഇൻ ഫ്രണ്ട് ഓഫ് ഉസ്താദ്, ഉസ്താദിന്റെ മുമ്പിൽ. ഉമ്മാന്റെ മുമ്പിൽ, ഇൻ ഫ്രണ്ട് ഓഫ് മദർ, ഉമ്മാന്റെ മുമ്പിൽ. ഞാൻ ഉമ്മാന്റെ മുമ്പിൽ ഇംഗ്ലീഷ് സംസാരിച്ചു, എങ്ങനെ പറയാ? സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഐ സ്പോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മദർ, ഉമ്മാന്റെ മുമ്പിൽ സംസാരിച്ചു, എന്റെ ഉമ്മാന്റെ മുമ്പിൽ സംസാരിച്ചു. ഐ സ്പോക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ മദർ, ഇന്ന് ഞാൻ എന്റെ ഉമ്മാന്റെ മുമ്പിൽ സംസാരിച്ചു. ടുഡേ ഐ സ്പോക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ മദർ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയണം. ആ ഒരു കഴിയുന്ന ശൈലിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം 2 കാര്യം നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. സമയം 16 മിനിറ്റായി. സുബ്ഹാനല്ലാഹ്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റി വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതും പറഞ്ഞതൊക്കെ നന്നായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എല്ലാവരും തുടർന്ന് ഈ വീഡിയോ കാണുകയും മറ്റുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എന്റെ ചാനൽ, എന്റെ ലിങ്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് ഡേ ഇൻഷാ അല്ലാഹ് പുതിയൊരു ക്ലാസ്സുമായി നിങ്ങളുടെ മുമ്പിൽ ജുറൈജ് വരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ലോണം ഈ പറഞ്ഞ പഠിച്ച പ്രാക്ടീസ് ആക്കിയ വിഷയങ്ങൾ വെറുതെ പഠിച്ചിട്ട് എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. ഉമ്മാടും ഉപ്പാടും എല്ലാവരോടും സംസാരിക്കുക തന്നെ. ആ ഒരു രൂപത്തിലാകുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.